മക്കളെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാട്ടാ. സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് ഈക്വൽ ടു യെസ്, അതായത് ഈ പറഞ്ഞ മൂന്ന് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ആ ഇക്വേഷൻ ഇതാണ് ചോദിച്ചേക്കുന്നത്. ABC ക്വസ്റ്റ്യൻസ്. ഡി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വെൻ ടു സൈഡ്സ് ആൻഡ് ആംഗിൾസ് ബിറ്റ്വീൻ ദം ഈസ് ഗിവൺ, രണ്ട് വശങ്ങളും അവയ്ക്കിടയിലെ കോണും തന്നു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഓക്കെ ആലോചിച്ച് എഴുതാട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ദ റേഷ്യോ ഓഫ് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾസ് വിത്ത് ആംഗിൾസ്. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾസിന്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം, സൈഡുകൾ തമ്മിലുള്ള അംശബന്ധം, റേഷ്യോ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഏതൊക്കെയാണ് മക്കളെ? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എന്താ മക്കളെ? 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി. സോ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും റേഷ്യോ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമായി പഠിച്ചിട്ടുണ്ട്, അതൊന്ന് മനസ്സിലാലോചിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം. ഓക്കെ, നമുക്കൊരു പാരലോഗ്രാം അവിടെ കാണിച്ചിട്ടുണ്ട്, അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക, പരപ്പളവ് കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ആംഗിൾ കൃത്യമായിട്ട് നോക്കുക. ആംഗിൾ 45 ഡിഗ്രി എന്നാണ് കൊടുത്തേക്കുന്നത്. സോ എന്താണ് അവിടെ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. 4 മാർക്കാണ് ക്വസ്റ്റ്യന്. യെസ് സാർ. യെസ് മക്കളെ, അടുത്ത ക്വസ്റ്റ്യനും കൂടെ സാറൊന്ന് പറഞ്ഞുതരാം, അതിനുശേഷം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, third question, a man standing 10 meters away from the foot of a tree sees its top at an elevation of 40 degree. His height is 1.7 meter. Okay, ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ചുവട്ടിൽ നിന്ന് 10 മീറ്റർ അകലെ നിൽക്കുന്ന ഒരാള് ആ മരത്തിന്റെ മുകളിലേക്ക് നോക്കുകയാണ്. എത്ര ഡിഗ്രി ആംഗിളിൽ? 40 ഡിഗ്രി ആംഗിളിൽ നോക്കുകയാണ്. ഓക്കെ, അയാളുടെ ഹൈറ്റ് വന്നിട്ടുണ്ട് 1.7 മീറ്റർ. മരത്തിന് എന്ത് പൊക്കമുണ്ട്? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ സൈൻ 40 ഡിഗ്രി, കോസ് 40 ഡിഗ്രി, ടാൻ 40 ഡിഗ്രി വാല്യൂസ് തന്നിട്ടുണ്ട്. ഏതാണ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുകയാണ്. ഓക്കെ, യെസ്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്താണ് തന്നിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ ഫിഗർ വരച്ച് റെപ്രസെന്റ് ചെയ്യുക. ഫിഗറിന് മാർക്ക് ഉണ്ട് മക്കളെ. ഫിഗർ വൃത്തിയായിട്ട് വരയ്ക്കണം, എല്ലാവരും ക്ലീൻ ആയിട്ട് എല്ലാ ഡയമെൻഷൻസും മാർക്ക് ചെയ്ത് വേണം ഫിഗർ വരയ്ക്കാൻ. ഓക്കെ അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് സർക്കം സർക്കിൾ. മക്കളെ, നമ്മുടെ ഫിഗറിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന് ചുറ്റും അതിന്റെ സർക്കം സർക്കിൾ വരച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ആ സർക്കിളിന്റെ റേഡിയസ് അല്ലെങ്കിൽ സർക്കം റേഡിയസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. പരിവൃത്ത ആരമാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോ എന്താണ് ആ ഒരു റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആ റിലേഷൻ നിങ്ങൾക്കറിയാം, അത് കൃത്യമായിട്ട് യൂസ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഓക്കെ അല്ലേ? അവിടെ സൈൻ 60യുടെ വാല്യൂ തന്നിട്ടുണ്ട്, 0.87 എന്ന് തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ആലോചിച്ച് ചെയ്യാട്ടോ. അപ്പോൾ ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. എളുപ്പം ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ, അത്ര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നോക്കി മനസ്സിലാക്കി ആൻസർ ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്, എല്ലാവർക്കും അറിയാം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. മലയാളം മീഡിയംകാരാണെങ്കിൽ എതിർവശം ബൈ കർണം. കോസെക്സ് ആണെങ്കിൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എന്താണ് സമീപവശം ബൈ കർണം. ടാനെക്സ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം. ഓക്കെ, കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് കൃത്യമായി കൊടുക്കാട്ടോ. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു ട്രയാങ്കിൾ, നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എ, അടുത്ത സൈഡ് ബി ആണ്. ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മക്കളെ ഹാഫ് ഇൻറ്റു എ ബി സൈൻ എക്സ് അല്ലെ, എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ എക്സ്. കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കണ്ട. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, ആ ഒരു ട്രയാങ്കിളിന്റെ റേഷ്യോ എന്താ മക്കളെ? 1:√3:2 ആണ്. 1 മാർക്ക് കൊടുക്കുക. രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഇക്വേഷൻ റേഷ്യോ 1:1:√2 ആണ്. 1 മാർക്ക് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇതിന് യെസ് 6 മാർക്കാണ്. 6 മാർക്കാണുള്ളത്. കൃത്യമായി എഴുതിയിട്ടുണ്ടെങ്കിൽ 6 മാർക്ക് കൊടുക്കുക കേട്ടോ. ഓക്കെ സാർ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. മക്കളെ, നമുക്കിവിടെ ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? പാരലോഗ്രാം, അതിന്റെ ബേസ് 4 സെന്റിമീറ്റർ ആണ്. അതെ, ഈ ഒരു സൈഡ് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അവയ്ക്കിടയിലുള്ള ആംഗിൾ 45 ഡിഗ്രി ആണ്. ഓക്കെ, നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയുന്നതാണ്, ബി ഇൻറ്റു എച്ച് ആണ് അല്ലേ? ഓക്കെ, അത് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. ബി നമുക്കറിയാം 4 സെന്റിമീറ്റർ, എച്ച് നമുക്കറിയില്ല. ഓക്കെ,
റേഷ്യോ വെച്ചിട്ടാണ് മക്കളെ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. പലരും ചോദിച്ചു എന്നോട് സൈനിന്റെ വാല്യൂ തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷെ നമുക്കിവിടെ വേണ്ടത് സൈനിന്റെ വാല്യൂ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അത് വെച്ചു നമുക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ ആവശ്യം റേഷ്യോ ആണ്. സോ അതുകൊണ്ടാണ് വാല്യൂ സാർ തരാഞ്ഞത്. യെസ്, 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ആണെങ്കിൽ 1:1:√2 ആണ് റേഷ്യോ. അങ്ങനെയാണെങ്കിൽ 90യുടെ ഓപ്പോസിറ്റ് 2 നോക്കി മക്കളെ, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? യെസ്, 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2/√2 ആയിരിക്കും. അതായത് ഹൈറ്റ് ഈക്വൽ ടു, ഈ ഹൈറ്റ് ഈക്വൽ ടു നമുക്ക് 2/√2 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതിന് 1 മാർക്ക് കൊടുക്കാം. ഈ റേഷ്യോ കൃത്യമായി എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം കേട്ടോ. ഇനി ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കളെ ബി ഇൻറ്റു എച്ച് ആണ്. യെസ്, ബി നമുക്കറിയാം 4 സെന്റിമീറ്റർ, 4 × 2/√2 8/√2 സെന്റിമീറ്റർ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം കേട്ടോ. യെസ്, ടോട്ടൽ 4 മാർക്കാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ അല്ലേ മക്കളെ, സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കളെ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഫിഗർ വരച്ചിട്ടുണ്ട്. നോക്കാം, ഫിഗർ എല്ലാവരും നോക്കാണ്ട. ഓക്കെ, ഫിഗർ കൃത്യമായി വരച്ചിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. ഫിഗർ കൃത്യമായി വരച്ചിട്ടുണ്ടെങ്കിൽ, കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഡയമെൻഷൻസും ആംഗിൾസും ഒക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. ഇനി നോക്കാം, നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത് tan x ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. ഓക്കെ, യെസ്, tan 40 ഡിഗ്രി ഈക്വൽ ടു എന്താ മക്കളെ? ഇത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, CD ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 10 ആണല്ലേ. ഇത് 10 ആണെങ്കിൽ നമുക്കറിയാം ഇതും 10 ആയിരിക്കും അല്ലെ. യെസ്, 10 ആയിരിക്കും. സോ ആൻസർ നമുക്ക് CD ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? 8.4 മീറ്റർ എന്ന് കിട്ടും. 1 മാർക്ക് കൊടുക്കാം. യെസ്, അതുകൊണ്ട് ഹൈറ്റ് ഓഫ് ദ ട്രീ, അതായത് ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 8.4നോട് ആളുടെ ഹൈറ്റ് ആയിട്ടുള്ള 1.7 കൂട്ടിയാൽ മതി. ആൻസർ 10.1 മീറ്റർ എന്ന് കിട്ടും. അതിന് 1 മാർക്ക് കൊടുക്കാം. ഓക്കെ അല്ലേ? ടോട്ടൽ ഇതിന് 5 മാർക്കാണുള്ളത് മക്കളെ. യെസ്, അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഓക്കെ മക്കളെ, നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ട്രയാങ്കിൾ, അതിന്റെ ചുറ്റും സർക്കിൾ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ സൈഡ് 3 സെന്റിമീറ്റർ ആണ്. ആ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ തന്നിട്ടുണ്ടായിരുന്നു 60 ഡിഗ്രി ആണ്. ഓക്കെ, നമുക്കറിയാം AB കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മക്കളെ 2r × sin 60 ഡിഗ്രി. അതായത് ഈ ഒരു സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണോ അതിന്റെ സൈൻ എടുക്കുക. ഓക്കെ അല്ലടാ? യെസ്, അപ്പോൾ AB നമുക്ക് അറിയാം എത്രയാണ്? AB 3 സെന്റിമീറ്റർ ആണ്. സോ ഇക്വേഷൻ മാറ്റി എഴുതാം. 3 = 2r × sin 60. sin 60യുടെ വാല്യൂ സാർ അവിടെ തന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്താണ്? 2r = ഇതുപോലെ കിട്ടും. ഓക്കെ, ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ × 100 ചെയ്ത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫോമിലേക്ക് ആക്കിയാൽ 1 മാർക്ക് കൊടുക്കാം. ഓക്കെ, സോ 2r = നമുക്ക് എന്ത് കിട്ടും? 3.4 എന്ന് കിട്ടും. അതിന് 1 മാർക്ക് കൊടുക്കാം. r = അതിന്റെ പകുതി എന്താണ് മക്കളെ? 1.7 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതിനും 1 മാർക്ക് കൊടുക്കുക. കൃത്യമായി ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ മാർക്ക് 5 മാർക്ക് കൊടുക്കാം. ഓക്കെ മക്കളെ, യെസ്, അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ്. അതിന്റെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു. യെസ്, ഒന്നുകൂടെ സാർ ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞുതരാം. ഓക്കെ അല്ലേ മക്കളെ? അതെ, ഈ ക്വസ്റ്റ്യനിൽ തന്നെ തുടങ്ങാം. സോറി, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഈ ഇക്വേഷൻസ് നോക്കാം. സൈൻ എക്സിന്റെ ഇക്വേഷൻ, കോസ് എക്സിന്റെ ഇക്വേഷൻ, ടാൻ എക്സിന്റെ ഇക്വേഷൻ, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ രണ്ട് റേഷ്യോ എഴുതാനുണ്ട്. ടോട്ടൽ അതിന് ഓരോ മാർക്ക് വെച്ച് 6 മാർക്ക് ഉണ്ട്. 6 മാർക്ക്. യെസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യെസ്, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓരോ സ്റ്റെപ്പുകൾ നോക്കുക. യെസ്, എന്താണ് ഏരിയയുടെ ഇക്വേഷൻ, പിന്നെ റേഷ്യോ, അത് കഴിഞ്ഞ് ഹൈറ്റ്, പിന്നെ ആൻസർ കൃത്യമായി കിട്ടിയാൽ ഓരോ മാർക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. യെസ്, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഫിഗറിന് 1 മാർക്ക് ഉണ്ട്. ഫിഗറിൽ നമുക്ക് tan 40 ഡിഗ്രി ഈക്വൽ ടു അതിന്റെ ഇക്വേഷൻ ചെയ്ത് 1 മാർക്ക് കൊടുക്കാം. കറക്റ്റ് ആയിട്ട് tan 40 ഡിഗ്രിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. ഇനി കറക്റ്റ് ആയിട്ട് CD എന്ന് പറയുന്ന ലെങ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. ആൻഡ് ഹൈറ്റ് ഓഫ് ദ ട്രീ കണ്ടിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. ഇങ്ങനെയാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. And finally, last question is fourth question. AB = 2r sin 60 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. ഓക്കെ, കറക്റ്റ് ആയിട്ട് AB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. ഇനി 2r = നമുക്ക് 3/0.87 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ × 100 ചെയ്ത് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും 100 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 1 മാർക്ക് കൊടുക്കാം. യെസ്, 2r = 1 മാർക്ക്. ആൻഡ് r കണ്ടുപിടിച്ചു കഴിഞ്ഞാലും നമുക്ക് 1 മാർക്ക് കൊടുക്കാം. യെസ്.
മക്കളെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മുടെ ഫൈനൽ ആൻസർ 8/√2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതിന് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്ത് ഏറ്റവും സ്മോൾ ഫോമിലേക്ക് എഴുതാനൊക്കെ പറ്റും. ഓക്കെ, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ എന്താ പറയാ, അതിനെ മാറ്റി 4√2 എന്ന് ആൻസർ കിട്ടിയവരുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആണ്. ഞാനിത് ഇങ്ങനെ കിട്ടിയാലും മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഈ √2ന്റെ വാല്യൂ കൊടുത്ത് ഡിവൈഡ് ചെയ്ത് വാല്യൂ ആൻസർ കണ്ടുപിടിച്ചാണെങ്കിൽ മാർക്ക് കൊടുക്കാം കേട്ടാ. ഓക്കെ, ഈ ഒരു ആൻസർ കിട്ടിയാൽ മതി. അല്ലെങ്കിൽ ഇത് ഈ സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ മാർക്ക് കൊടുത്തു. ഈ സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ മാർക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചെക്കിംഗ് ആയിട്ടുണ്ട്. എല്ലാവരും ആൻസർ മാർക്ക് അയച്ചു കൊടുത്തിട്ട് തിരിച്ചു വരാം കേട്ടോ. ഓക്കെ.